ഒരു പ്രാചീന കാല വിഭവമായ കളികടയ്ക്കാണ് ഇന്നത്തെ നമ്മുടെ വിഭവം. അത് സാധാരണ നമ്മൾ അരി പൊടി ഉണ്ടാക്കാറുണ്ട്. ഇത് ഞാനിപ്പോൾ പുഴുക്കലരി ഒരു 6 മണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്തെടുത്താണ്. കുതിർത്തതിന് ശേഷം വെള്ളമെല്ലാം കളഞ്ഞിട്ട് നമുക്കിതൊന്ന് അരച്ചെടുക്കണം. കൊഴുക്കട്ടയ്ക്ക് അരയ്ക്കുന്നതിൽ ഒന്നുകൂടി നന്നായിട്ട് നൈസായിട്ട് അരച്ചെടുക്കണം. ഇത് അരി കണ്ടതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/2 കപ്പ് തേങ്ങ ചേർക്കുക. ഒന്ന് പൊടിച്ചതിന് ശേഷം ഇതെല്ലാം ചേർക്കേണ്ടത്. അതിലേക്ക് 1/2 ടീസ്പൂണോളം കുരുമുളക്, ജീരകം എല്ലാം ചേർത്ത് നമുക്കിതൊന്ന് നന്നായിട്ട് അരച്ചെടുക്കണം. വെള്ളം ഒട്ടും ചേർക്കരുത്. നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. ഇത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് രുചിക്ക് ആവശ്യമുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ജീരകം നമ്മൾ കുറച്ച് ചതച്ച് ചേർത്തിട്ടുണ്ട്. ഇപ്പം കുറച്ച് ഒരു 1/4 ടീസ്പൂണോളം ജീരകം ഇതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കുക. അപ്പം നല്ല രുചി ഉണ്ടാകും. ഇതെല്ലാം കൂടെ കുരുമുളകും ജീരകവും ഒക്കെ കൂടെ ചേർത്ത് എടുത്ത് കഴിയുമ്പോൾ കറുത്ത എള്ള് 1 ടീസ്പൂൺ അതിൻ്റെ കൂടെ ചേർക്കുക. മുറുക്കിൻ്റെയൊക്കെ കൂട്ടാണ് സാധാരണ ഇതിനെടുക്കാറുള്ളത് അല്ലേ, നമ്മളതിനെടുക്കുന്നത്. ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യുക. നമുക്ക് നല്ലതായിട്ടൊന്ന് ഉരുട്ടിയെടുക്കേണ്ടത് കൊണ്ട് ഇതിലേക്ക് ഒരല്പം വെള്ളം കൂടെ ചേർത്ത് കൊടുക്കണം. ഒരു 2-3 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചാൽ മതിയാവും, കൂടുതൽ ഒഴിക്കരുത്. നന്നായിട്ട് എന്നിട്ട് നമുക്കിത് കുഴച്ചെടുക്കണം. കുഴച്ചെടുത്ത മാവിൽ നമുക്ക് ഉരുട്ടിയെടുക്കണം. ഇനി ഇത് റൗണ്ടായിട്ട് ഒരേ വലിപ്പമുള്ള ഉരുളകളാക്കി എടുക്കുകയാണെങ്കിൽ നമുക്ക് മൂപ്പ് ഒരുപോലെ ഇരിക്കും. എണ്ണയിലിട്ട് വറുത്തെടുക്കുമ്പോൾ അല്ലെ പല മൂപ്പായിട്ട് പോകാനിടയുണ്ട്. നല്ല പുരുവരുപ്പുള്ള നല്ല ടേസ്റ്റായിട്ടുള്ളൊരു കളിയടയ്ക്ക ഇത്. നമുക്കിതിന് ഉഴുന്നോ അല്ലെങ്കിൽ മറ്റു ബുദ്ധിമുട്ടുകളൊന്നുമില്ല. ഇതുപോലെ അരച്ചെടുത്ത് പെട്ടെന്ന് തയ്യാറാക്കാവുന്നേ ഉള്ളൂ. കുറച്ച് ഇൻഗ്രീഡിയൻസൊക്കെ മതിയല്ലോ. ഇതുപോലെ എല്ലാം നമുക്ക് ഉരുളകളാക്കി വയ്ക്കാം. ഇതെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമുക്കിനി ഇത് വറുത്തെടുക്കാനായിട്ട് ഒരു ചീനച്ചട്ടി വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഇത് നമ്മുടെ കളികടയ്ക്ക മുങ്ങിക്കിടക്കത്തക്ക രീതിയിലുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. നമ്മളെപ്പോഴും ഇത് വറുക്കാനൊക്കെ എടുക്കുമ്പോൾ ഡീപ് ഫ്രൈ ഒക്കെ ചെയ്യുമ്പോൾ കുറച്ച് കട്ടിയുള്ള അതുപോലെ തന്നെ കുഴിവുള്ള ഒരു പാത്രം എടുക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഈ എണ്ണ നന്നായിട്ട് തിളച്ച് നല്ല ചൂടായി വരുമ്പോൾ നമുക്കിത് ഉരുട്ടി വെച്ചിരിക്കുന്നതെല്ലാം അതിലേക്ക് ഇട്ട് കൊടുക്കാം. എണ്ണയിലിത് മുങ്ങി കിടക്കത്തക്ക രീതിയിൽ എണ്ണ ഉണ്ടായിരിക്കണം. അപ്പോൾ ഹൈ ഫ്ലെയിമിലാണ് ഇത് വെച്ചിരിക്കുന്നത്. ഇനി നമുക്കിത് ലോ ഫ്ലെയിമിലേക്ക് മാറ്റി വയ്ക്കണം. തീരെ കുറച്ച് വയ്ക്കുക. എന്നാലേ അത് അകമെല്ലാം നല്ല മുരിഞ്ഞ് വരത്തുള്ളൂ. അല്ലെങ്കിൽ അകം ചിലപ്പം വേവാതൊക്കെ ഇരിക്കും. പുറഭാഗം നന്നായിട്ട് മൂത്തും വരും. അപ്പോൾ ഒരു 2 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്കിതൊന്ന് ഇളക്കിയിടാം. ഇടയ്ക്ക് 1-2 പ്രാവശ്യം കൂടെ ഇളക്കിയൊക്കെ കൊടുക്കണം. ഒരു 12 മിനിറ്റോളം ആയിട്ടുണ്ട് അതിന് വറുത്തെടുത്തപ്പോൾ. കണ്ടല്ലേ, കളറെല്ലാം മാറി നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്കായിട്ടുണ്ടോ എന്ന് നോക്കാനായിട്ട് അതിൽ ഒരെണ്ണം എടുത്തൊരു പ്ലേറ്റിലിട്ട് ഒന്ന് ഞെക്കി നോക്കിയാൽ മതി. അപ്പം അകം വെന്തിട്ടുണ്ടോ എന്ന് നമുക്കറിയാം. ഇപ്പം നന്നായിട്ടായിട്ടുണ്ട്. ഉൾവശമൊക്കെ കണ്ടോ മുരിഞ്ഞു വന്നിട്ടുണ്ട്. കടുകടാന്നിരിക്കും. ഇപ്പം നമ്മൾ കടിച്ചാൽ അതുപോലെ ആയിട്ടുണ്ട്. ഇനി നമുക്കിത് പാത്രത്തിലേക്ക് കോരി വയ്ക്കാം.
ഇത് ചെറിയൊരു ക്വാണ്ടിറ്റിയാണ് ഞാൻ കാണിച്ചിരിക്കുന്നത്. 1 കപ്പ് അരി എടുത്തിട്ടുള്ളായിരുന്നു. അപ്പം അളവ് കൂടുമ്പോൾ അതനുസരിച്ച് നിങ്ങൾ അതിനുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ കൂടെ കൂട്ടി ഉപയോഗിക്കണം. 4 മണി ചായയ്ക്കും ഒക്കെ നല്ലതാണ്. കുറേ ദിവസങ്ങൾ ഇത് കേടാകാതിരിക്കുകയും ചെയ്യും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമുക്ക് ഓണത്തിനൊക്കെ നമ്മൾ വിശേഷാൽ ഉണ്ടാക്കാറുള്ളതല്ലേ ഇത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കി ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത്. പിന്നെ മറ്റൊരു അടിപൊളി വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.